ഹായ് ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുബിക്സ് മൈ ചാനൽ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്, രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിതുമോനും അവൻ്റെ ഫ്രണ്ടും കൂടി ഇതാ രാവിലെ ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെറുതെ ഇരിക്കല്ലേ, കുട്ടികൾക്കൊക്കെ ബോറടിച്ചിരിക്കല്ലേ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അവനങ്ങനെ ചെയ്യാണ്. പിന്നെ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിരുന്നു, കുറച്ചുകൂടി ഉള്ളൂ പാത്രം മുറണ്ടായിരുന്നു, അതും കൂടിയും കഴിഞ്ഞു. പിന്നെ എല്ലായിടമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്, മുറ്റക്കടിക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിരുന്നു നമുക്ക് മട്ടരി കിട്ടിയിട്ട്. അപ്പോൾ നല്ല റേഷൻ കടയിൽ പോയപ്പോൾ നമുക്ക് മട്ടരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മട്ടേൻ്റെ ഉള്ള ചോറാണ്. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് അടുപ്പത്തിട്ടതിന് ശേഷമാണ് എല്ലായിടമൊക്കെ ഒന്ന് അടിച്ചു വാരും പാത്രം കഴുകാനൊക്കെ നിന്നത്. അതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്നായി. പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് പയറും പിന്നെ വാഴക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി അരിഞ്ഞ് വെച്ചിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അത് ഉണ്ടാകൊണ്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ചോറ് വാർത്തതിന് ശേഷം പിന്നെ നമ്മുടെ അടുപ്പൊഴിഞ്ഞ് കിടക്കുകയാണല്ലോ, അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ചോറ് എല്ലാം ഉപ്പേരി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇനി കറി ഉണ്ടാക്കണം, പിന്നെ എല്ലായിടവും ഒന്ന് തുടക്കണം, പിന്നെ തുണികളൊക്കെ വാഷ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ രാവിലെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉപ്പേരി വെച്ചതിന് ശേഷം അടുത്ത പണികൾ നോക്കണം. അങ്ങനെ ഉപ്പേരി ഞാൻ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ കീറിയിട്ട് ഓയിൽ ഒഴിച്ച് ഉള്ളിയൊക്കെ തൂമിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഷെയ്മോൻ ഇതാ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മീൻ വണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മീൻ വണ്ടി വന്നാൽ പറയണം പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ വന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ച മീനൊന്നുമില്ല, ആറും കരിമീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് നല്ല ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിലോ കരിമീനൊന്നും ആരും കഴിക്കില്ല. നമ്മുടെ ഷെയ്മോന് കഴിക്കും, ഷിതുമോന് തന്നെയാണ് ആകെയുള്ള ബുദ്ധിമുട്ട്, അവനക്കത് ഇഷ്ടമില്ല. പിന്നെ ഞാനത് മേടിച്ചിട്ട് എന്തിനാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ പിന്നെ എല്ലായിടമൊക്കെ ഒന്ന് പോയി അടിച്ചു വാരിയതാണ്. എല്ലായിടം ഒന്ന് തുടച്ചു. എത്ര തുടച്ചിട്ടും അടിച്ചിട്ടും കാര്യമില്ല, കുട്ടികൾ സ്കൂളുണ്ടാകുമ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. കാരണം അവരങ്ങനെ ചവിട്ടുന്നു, കയറുന്നു, സാധനങ്ങൾ വലിച്ചിട്ടുന്നു. എന്തായാലും നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞു, നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡിയായി. ഇനി നമുക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഞാനൊന്ന് വെറുതെ സിറ്റ് ഔട്ടിൽ പോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മേടിച്ചതായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ കുട്ടികൾക്കും വേണം പറഞ്ഞു, അപ്പോൾ അവർക്കും കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.